ജൂലൈ 29 രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ തൊഴിലാളികളുടെയും കർഷകരുടെയും വലിയൊരു കൺവെൻഷൻ ചേർന്നിരുന്നു. 10 കേന്ദ്ര തൊഴിലാളി സംഘടനകളും പ്രമുഖ കർഷക പ്രസ്ഥാനങ്ങളുടെയും നേതൃത്വത്തിൽ ആയിരങ്ങളാണ് ഇതിൽ പങ്കെടുത്തത്. ഇടത് സംഘടനകളായ AITUC, CITU എന്നിവയ്ക്കൊപ്പം കേരളത്തിൽ ഇപ്പോഴത്തെ ഭരണമുന്നണിയായ UDF ഘടകകക്ഷികളുടെ പോഷക സംഘടനകളായ INTUC, UTUC എന്നിവയും കൺവെൻഷനിൽ പങ്കെടുക്കുകയുണ്ടായി. മുസ്ലിം ലീഗിൻ്റെ തൊഴിലാളി വിഭാഗമായ STUയും ഈ കൂട്ടായ്മയുടെ ഭാഗമാണ്. കേന്ദ്ര തൊഴിലാളി സംഘടനകൾ നടത്തി വന്നിരുന്ന ഒന്നൊഴികെ എല്ലാ പ്രക്ഷോഭങ്ങളിലും ഈ സംഘടനകൾ ഭാഗവാക്കായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് അടുത്തു വന്നതിനാൽ കഴിഞ്ഞ ഫെബ്രുവരിയിൽ നടന്ന ദേശീയ പണിമുടക്കിലാണ് അവർ പങ്കെടുക്കാതിരുന്നത്. INTUC ഉൾപ്പെടെ പങ്കെടുത്ത ദേശീയ കൺവെൻഷൻ ഓഗസ്റ്റ് 10 ജയിൽ നിറക്കൽ ഉൾപ്പെടെ ദേശവ്യാപക പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ഈ പ്രക്ഷോഭത്തിലെ ആദ്യ മുദ്രാവാക്യം BJP സർക്കാരിൻ്റെ 4 ലേബർ കോഡുകൾ റദ്ദാക്കുക എന്നതാണ്. തൊഴിലാളികളും കർഷകരുമായി ബന്ധപ്പെടുന്ന വിവിധ ആവശ്യങ്ങളും ഉന്നയിക്കുന്നു. ഇതേ ദിവസമാണ് കേരളം ഭരിക്കുന്ന UDF സർക്കാർ സംസ്ഥാനത്ത് ലേബർ കോഡ് നടപ്പിലാക്കാനുള്ള നടപടികൾ ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഉടമകളുടെ താൽപ്പര്യത്തിനനുസൃതമായി തൊഴിലാളികളുടെ എല്ലാ അവകാശങ്ങളും ഇല്ലാതാക്കുന്നു എന്നതുകൊണ്ടാണ് BJP സർക്കാരിൻ്റെ ലേബർ കോഡുകളെ എല്ലാ തൊഴിലാളി സംഘടനകളും എതിർക്കുന്നത്. കോവിഡ് മഹാമാരി കാലത്താണ് അതുവരെ നിലവിലുണ്ടായിരുന്ന വിവിധ തൊഴിൽ നിയമങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് 4 കോഡുകളാക്കുന്നതിന് BJP സർക്കാർ നീക്കം ആരംഭിച്ചത്. നീണ്ടകാല പോരാട്ടത്തിൻ്റെ ഫലമായി തൊഴിലാളികൾ നേടിയെടുത്ത അവകാശങ്ങളെല്ലാം ഉടമകളുടെ ലാഭേച്ഛയ്ക്കും താൽപ്പര്യങ്ങൾക്കും അനുസൃതമായി മാറ്റി എഴുതുകയായിരുന്നു 4 ലേബർ കോഡുകളുടെയും ആത്യന്തിക ലക്ഷ്യം. വേതനം, തൊഴിൽ സുരക്ഷ, വ്യാവസായിക ബന്ധം, സാമൂഹിക സുരക്ഷ എന്നിവയുമായി ബന്ധപ്പെട്ട 4 കോഡുകളും ഫലത്തിൽ അതുവരെ ഈ മേഖലയിലുണ്ടായിരുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഇല്ലാതാക്കുന്നവയായിരുന്നു. മുമ്പ് 100 തൊഴിലാളികളുള്ള സ്ഥാപനങ്ങൾക്ക് ലേ ഓഫ് ചെയ്യാനോ സ്ഥാപനം പൂട്ടാനോ സർക്കാരിൻ്റെ മുൻകൂർ അനുമതി വേണ്ടിയിരുന്നു. ഈ പരിധി 300 തൊഴിലാളികൾ വരെ ആക്കി. പ്രതിദിന ജോലി സമയം 8 മണിക്കൂറിൽ നിന്ന് 12 മണിക്കൂർ വരെ ആക്കുകയും സമരം ചെയ്യുന്നതിന് 14 ദിവസം മുമ്പ് നോട്ടീസ് നൽകണമെന്ന വ്യവസ്ഥ എല്ലാ വ്യവസായങ്ങൾക്കും ബാധകമാക്കുകയും ചെയ്തിരുന്നു. അതുവരെ ഉണ്ടായിരുന്ന എല്ലാ സുരക്ഷകളും ആനുകൂല്യങ്ങളും ഇല്ലാതാക്കുന്ന ആശങ്ക വ്യാപകമായതിനാൽ വൻ പ്രക്ഷോഭങ്ങളെയാണ് സർക്കാരിന് നേരിടേണ്ടി വന്നത്. അതിനാൽ വിജ്ഞാപനം ചെയ്യുന്നത് നീട്ടിവയ്ക്കുവാൻ കേന്ദ്ര സർക്കാർ തയ്യാറായി. പക്ഷേ കഴിഞ്ഞ നവംബർ മുതൽ 4 കോഡുകളും പ്രാബല്യത്തിൽ വരുത്തി വിജ്ഞാപനം പുറപ്പെടുവിപ്പിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ ചെയ്തത്. തൊഴിൽ കൺകറന്റ് ലിസ്റ്റിൽപ്പെടുന്ന വിഷയമായതിനാൽ അന്ന് സംസ്ഥാനത്ത് അധികാരത്തിലുണ്ടായിരുന്ന LDF സർക്കാർ ലേബർ കോഡുകൾ സംസ്ഥാനത്ത് നടപ്പിലാക്കേണ്ടതില്ലെന്ന നിലപാടാണ് സ്വീകരിച്ചത്. എന്ന് മാത്രമല്ല, നേരത്തെ ഉണ്ടായിരുന്ന തൊഴിൽ നിയമപരിധിക്ക് പുറത്തുള്ളവരെയും ചേർത്ത് നിർത്തുന്നതിനുള്ള അസംഘടിത തൊഴിലാളി സംരക്ഷണത്തിനായുള്ള ബില്ലുകൾ നടപ്പിലാക്കുന്നതിന് തീരുമാനിക്കുകയും ചെയ്തു. സംസ്ഥാനത്തെ ലേബർ കോഡുകൾ നടപ്പിലാക്കാതിരിക്കാനാകില്ലെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞിരിക്കുന്നത്. ഇത് നടപ്പിലാക്കുന്നില്ലെങ്കിൽ ഒരു തൊഴിൽ നിയമവും ഇല്ലെന്ന സ്ഥിതിയാകുമെന്നും നടപ്പിലാക്കില്ലെന്ന് പറയാൻ എളുപ്പമാണ്. എല്ലാ സംസ്ഥാനങ്ങളും നടപ്പിലാക്കി, ചില നിർദ്ദേശങ്ങളിൽ മാത്രമാണ് എതിർപ്പ് എന്നിങ്ങനെ വിചിത്ര ന്യായങ്ങളും അദ്ദേഹം നിരത്തുന്നു. വിവാദ ലേബർ കോഡുകൾ പ്രതിരോധിക്കാനും പ്രത്യാഘാതങ്ങൾ ലഘൂകരിക്കുന്നതിനും സംസ്ഥാന അടിസ്ഥാനത്തിൽ സമാന്തര നിയമങ്ങൾ കൊണ്ടുവരാനാവുന്നതാണെന്ന വിദഗ്ധ അഭിപ്രായം നിലനിൽക്കുകയാണ്. മഹാരാഷ്ട്ര സർക്കാർ പ്രത്യേക തൊഴിൽ തർക്ക നിയമം കൊണ്ടുവന്ന കാര്യവും ചൂണ്ടിക്കാട്ടപ്പെട്ടിരുന്നതാണ്. പക്ഷേ UDF സർക്കാർ അതിനൊന്നും മുതിരാതെ BJP സർക്കാരിന് പിന്നാലെ പോവുകയാണ്. US ആസ്ഥാനമായുള്ള കോറൽ ഹെൽത്ത് എന്ന സ്ഥാപനം എറണാകുളം, കോഴിക്കോട് ശാഖകളിൽ നിന്ന് 100 കണക്കിന് പേരെ പിരിച്ചുവിട്ടതിന് ന്യായീകരണമായി പറഞ്ഞിരുന്നത് ലേബർ കോഡുകൾ അവർക്ക് നൽകുന്ന സൗകര്യങ്ങളായിരുന്നു. ഈ അനുഭവം മുന്നിലുള്ളപ്പോഴും തൊഴിലാളികളുടേതല്ല, ഉടമകളുടെ താൽപ്പര്യങ്ങളാണ് തങ്ങൾ പരിഗണിക്കുകയെന്ന നിലപാടാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നത്. എല്ലാ കാര്യങ്ങളിലും BJP നയങ്ങൾ പിന്തുടർന്ന മുഖ്യമന്ത്രി VD സതീശൻ തങ്ങളുടെ പോഷക സംഘടനകളുടെയും ദേശീയ നേതൃത്വത്തെ തന്നെയും യാഥാർത്ഥ്യത്തിൽ തള്ളിപ്പറയുകയും വഞ്ചിക്കുകയുമാണ് ഈ തീരുമാനത്തിലൂടെ.